അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? അപ്പോൾ നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്നുള്ള വിഷയം നമ്മളത് പഠിക്കണം. അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് നിത്യജീവൻ എന്ന് നാം അറിഞ്ഞിരിക്കണം. നിത്യമായ ജീവൻ എന്താണ്? ഈ നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മരണശേഷമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനം നിവൃത്തീകരിക്കുകയാണെങ്കിൽ നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർ, ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവരുമാണ് എടുക്കപ്പെടുന്നത്. അപ്പം അതിനെയാണ് ആ ഒരു അനുഭവത്തെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ എടുക്കപ്പെടുന്ന, അതായത് തള്ളപ്പെടുന്നവർ, അവർക്കുമുണ്ട് നിത്യജീവൻ, അവർക്കുമുണ്ട്. പക്ഷേ അവർക്ക് കിട്ടുന്ന നിത്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകമാണ്, നിത്യനരകം. അപ്പോൾ ഇതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ ഇതാണ്, രണ്ടാണ്. അപ്പം നമ്മൾ ഈ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ആ കാലയളവിലാണ് ഈ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ടുള്ള അവസരമുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അവസരമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മൾ എത്രമാത്രം പണങ്ങൾ ചിലവാക്കിയോ, എത്രമാത്രം നേർച്ച കാഴ്ചകൾ വെച്ചോ, എത്രമാത്രം കഠിനമായിട്ടുള്ള തപസ് എങ്ങനെയൊക്കെ ചെയ്താലും മരിച്ച ഒരു വ്യക്തിയെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുവാൻ, നിത്യജീവൻ കൊടുക്കുവാൻ ഈ ഭൂമിയിൽ ഉള്ള ഒരു കർമ്മങ്ങൾക്കും കഴിയത്തില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അത് ഞാൻ പറഞ്ഞത്. ഒരു കർമാചാരങ്ങൾക്കും ഒരു പ്രാർത്ഥനകൾക്കും ഒരു ആചാരങ്ങൾക്കും മരിച്ച ഒരു വ്യക്തിയെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുവാൻ സാധ്യമല്ല. കാരണം അവൻ ജീവനോട് ഇരിക്കുമ്പോൾ ഈ നിത്യജീവൻ അവൻ വ്യക്തിപരമായി അല്ലെങ്കിൽ അവൾ വ്യക്തിപരമായി ഉറപ്പാക്കിയിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. ദൈവം നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന വ്യവസ്ഥ അതാണ്. നാം ജീവനോടിരിക്കുമ്പോൾ ഈ നിത്യജീവൻ്റെ വചനങ്ങളെ കേൾക്കുകയും ആ വചനങ്ങൾക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ആ വചനങ്ങളെ നമ്മൾ ഏറ്റെടുക്കുകയും നമ്മൾ ആ വചനങ്ങളെ അനുസരിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും വ്യവസ്ഥകളും അനുസരിക്കുകയും ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം തരുന്ന ഒരു ദാനമാണ്, കൃപയാൽ നമുക്ക് നൽകുന്ന ഒരു ദാനമാണ് നിത്യജീവൻ. ഈ നിത്യജീവൻ അപ്പോൾ ആ നിത്യജീവനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശമായിട്ടുള്ള ഒരു രൂപം കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ നിത്യജീവനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കുറച്ചുകൂടി വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. കാര്യം നമുക്കൊരു വീഡിയോ ഇതിനകത്ത് ചെയ്യാനായിട്ട് സമയപരിമിതി ഉണ്ടല്ലോ. ഇതിപ്പോൾ ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, അത് നോർമലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം ഇവിടെ ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോ അത് കാണുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി കാര്യങ്ങൾ നിത്യജീവനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ നിത്യജീവൻ പ്രാപിക്കുക, അപ്പോൾ അതിനകത്ത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, ജീവപുസ്തകത്തിൽ പേര് ഇല്ലാത്ത ഏവനുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലെത്ര എന്നാണ്. അതായത് ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഏവനുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയാണ്. അപ്പോൾ നമ്മൾ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടാകണം. ഈ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിൽ ജനനം മുതൽ മരണം വരെ ആ പീരീഡിൽ നമ്മൾ ഓരോ വ്യക്തികളും
ചെയ്യാൻ ഓരോ വ്യക്തികളുടെയും വിശ്വാസ പ്രഖ്യാപനം, ക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനം, ബൈബിൾ വിശുദ്ധ വേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് ജീവപുസ്തകത്തിൽ നമുക്ക് പേര് എഴുതപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് പിതാവായ ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവമാണ് ജീവപുസ്തകത്തിൽ ഓരോ വ്യക്തികളുടെയും പേരെഴുതുന്നത്. മറ്റാരെ അത് ദൂതന്മാരെയോ കർത്താവായ യേശുക്രിസ്തുവിനെയോ പരിശുദ്ധാത്മാവിനെ അല്ല ചെയ്യുന്നത്. പിതാവായ ദൈവം തന്നെയാണ് തൻ്റെ തൃക്കരം കൊണ്ട് വിശുദ്ധ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത്. ഇനി ജീവപുസ്തകത്തിൽ പേരെഴുതുവാനായിട്ട് വേണ്ട ദൈവവചന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നതാണ് തിരുവചനം. ഇതാണ് ദൈവവചന വ്യവസ്ഥ. ഇത് നാം എപ്പോൾ ചെയ്യുന്നുവോ അപ്പോൾ മാത്രമാണ് നമുക്ക് ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ ഈ വചനം നമുക്ക് അറിയാത്തവൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു പരിചയമില്ലാത്ത നമുക്ക് അല്ലെങ്കിൽ നല്ല ഇതേപോലെ ഒരു വിശ്വസിച്ച് കാര്യങ്ങളെ ഏൽപ്പിക്കാനായിട്ടുള്ള ഒരു വിശ്വസ്തത ഇല്ലാത്ത ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്പ അറിവ് കൊണ്ട് നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ യേശുക്രിസ്തു ആരാണ് എന്ന് നാം അറിയണം. യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആരാണെന്ന് നമ്മൾ ആദ്യം അറിയണം. എന്നിട്ട് വേണം ഈ വിശ്വാസ പ്രഖ്യാപനം നാം നടത്താനായിട്ട്. യേശുക്രിസ്തു എന്ന് പറയുന്നയാൾ ദൈവമാണ്. അവൻ മുഖാന്തരമാണ് സകലവും ഉണ്ടായത്. അവനാലാണ് സകലതും ഉണ്ടായത്. സകലതും അവനിലേക്കാണ്. സകലതും, അതായത് സകലത്തിനും മീതെ വസിക്കുന്ന, സകലത്തിനും മേലായ നാമം ധരിച്ച സർവാധികാരിയായ, സ്വർഗാധിപതിയായ, ന്യായാധിപതിയായ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയുമായ ദൈവമാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു എന്നുള്ള പേര് ദൈവത്തിന് കിട്ടുവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരൻ എന്നാണ്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം വീണ്ടെടുപ്പുകാരൻ അഥവാ രക്ഷകൻ എന്നാണ്. വീണ്ടെടുപ്പുകാരൻ അല്ലെങ്കിൽ രക്ഷകൻ. അപ്പോൾ ഇമ്മാനുവേൽ എന്ന യേശുക്രിസ്തുവിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ. ഇമ്മാനുവേൽ എന്ന യേശുക്രിസ്തുവിൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ദൈവം നമ്മോടുകൂടെ. അപ്പം നമ്മൾ യേശുക്രിസ്തു അപ്പോൾ അവൻ അനാദിയിലെ ഉണ്ടായിരുന്നതാണ്. അതായത് കാലങ്ങൾക്ക് മുൻപേ, സമയങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ ഈ ദൈവം യേശുക്രിസ്തു ഉണ്ടായിരുന്നു. ദൈവം എന്ന നാമത്തെ അന്നുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ദൈവമെന്നാണ്. ദൈവം തന്നെയാണ്. യേശുക്രിസ്തു ദൈവം തന്നെയാണ് അനാദിയിൽ. അവനാലാണ് എല്ലാം ഉളവാക്കപ്പെട്ടത്. അവനാണ് എല്ലാം സൃഷ്ടിച്ചത്. സകലത്തിൻ്റെയും ഉടമസ്ഥനും ഉടയവനും സൃഷ്ടാവും പരിപാലകനും നിയതാവും കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ അധികാരത്തെയും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി അടുത്ത വീഡിയോയിലുണ്ടാവും. അവിടെയും ഞാൻ വിടുകയാണ്. അപ്പോൾ നമ്മൾ അറിയണം, അത് കർത്താവായ യേശുക്രിസ്തു 2025 വർഷം മുമ്പ് ഭൂമിയിലേക്ക് ജനിച്ച ഒരു വ്യക്തിയല്ല. അദ്ദേഹം അതിനു മുൻപേ, സമയങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു, കാലാതീതനാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതായത് ദൈവത്തിൻ്റെ മഹത്വം, മഹിമ, ശക്തി, ബലം, ഇതെല്ലാം, തേജസ്, അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിച്ചിരുന്ന ദൈവം, സർവാധികാരിയായ ദൈവം, ആ ദൈവമാണ് തന്നെത്താൻ ശൂന്യനാക്കി മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ആ ഒരു കുഞ്ഞായിട്ട് ഒതുങ്ങി ഈ അണ്ഡഘടാകത്തിലെങ്ങും, ഒരാലയത്തിലോ അണ്ഡഘടാകത്തിലെങ്കിലോ ത്രിലോകങ്ങളിലെങ്ങും ഒതുങ്ങാത്ത ആ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചവനായ മനുഷ്യനെ പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ഒതുങ്ങി താണിറങ്ങി വന്നു. തന്നെത്താൻ ശൂന്യനാക്കി താണിറങ്ങി വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം ഫോഷ്ക്ക് പറയത്തില്ല. അത് സത്യമാണ്, വിശ്വാസയോഗ്യമാണ്. ഇത് ദൈവവചനം പറയുന്നതാണ്, അതിനകത്ത് മാറ്റമില്ല. അപ്പോൾ ആ യേശുക്രിസ്തു, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു,
ആ വചനം ജഡമെടുത്ത് ഭൂമിയിൽ അവതരിച്ചു. ഇനി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപേ മറിയയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഒരു പുത്രനെ പ്രസവിക്കും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും, അതുകൊണ്ട് ജനിക്കുന്ന ശിശു വിശുദ്ധ പ്രജയായിരിക്കും, അവനെ നീ യേശു എന്ന് പേരിടണം എന്നാണ് പറഞ്ഞത്. യേശു എന്ന് പേരിടണം. യേശു എന്ന് വെച്ചാൽ അവൻ തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ വരുന്നവനാണ്, രക്ഷിക്കുവാൻ വരുന്നവനാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് അങ്ങനെയാണ് സന്ദേശം. ദൈവത്തിൻ്റെ ദൂതൻ മറിയയോട് പറയുന്ന സന്ദേശം അതാണ്. വീണ്ടെടുപ്പാൻ തന്നെ രക്ഷകൻ പിറക്കും. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ആട്ടിടയന്മാർ, മരുഭൂമിയിൽ ആയിരുന്ന ആട്ടിടയന്മാരോട് ദൈവത്തിൻ്റെ ദൂതൻ അറിയിക്കുന്നതും ഇതുതന്നെയാണ്. രക്ഷകൻ പിറന്നിരിക്കുന്നു, സർവ മനുഷ്യവർഗത്തിൻ്റെയും രക്ഷയ്ക്കായിട്ടുള്ള നക്ഷത്രം ഉദിച്ചിരിക്കുന്നു, രക്ഷകൻ പിറന്നിരിക്കുന്നു. യേശുക്രിസ്തു എന്നയാൾ ഇന്ന സ്ഥലത്ത് ബെത്ലഹേമിൽ മറിയയുടെയും യോസഫിൻ്റെയും ഭവനത്തിൽ മറിയയുടെ മകനായി പിറന്നിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ദൂതന്മാരോടും യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് വിശ്രമിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാരോടും ദൂതൻ അറിയിക്കുന്നത്. അപ്പം നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ആ ദൈവം തന്നെത്താൻ ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ കർത്താവ് ദൈവത്തിൻ്റെ ഈ ശൂന്യത, തന്നെത്താൻ ശൂന്യനാക്കിയതിൻ്റെ ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തൻ്റെ മഹത്വവും മാനവും ബഹുമാനവും അധികാരവും തേജസ്സും എല്ലാം ഉപേക്ഷിച്ച് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം കീഴടങ്ങി. ഇതിനു വേണ്ടിയാണ് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചവനായ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളം, അതിൻ്റെ പാപത്തിൻ്റെ കുറ്റവും പാപത്തിൻ്റെ ശിക്ഷയും ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ നീതിക്ക് തക്കവണ്ണം പരിഹാരം വരുത്തി ഇവനെ വീണ്ടും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് അടുപ്പിക്കുവാൻ, ദൈവവും മനുഷ്യനും എന്നുള്ള ആ കൺസെപ്റ്റ്, അതായത് ഇമ്മാനുവേൽ എന്നുള്ള ആ പേരിൻ്റെ ആ അന്വർത്ഥത്തിനായിട്ട് ആണ് ദൈവം നമ്മുടെ പാപങ്ങൾ, നാം ഓരോരുത്തരും ചെയ്ത പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്ത ദൈവം യാഗമായി തീർന്നു. മരിക്കുവാൻ വേണ്ടി ജനിച്ച ഏക വ്യക്തിയേ ഉള്ളൂ ഈ ഭൂമിയിൽ, കർത്താവായ യേശുക്രിസ്തുവാണത്. മരിക്കാൻ വേണ്ടി മാത്രം ജനിച്ച യേശുക്രിസ്തു. അതും അനേകരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ വളരെ യാതനാപൂർവം മരിക്കുവാൻ, വളരെ യാതനകൾ സഹിച്ച് ദൈവത്തിൻ്റെ നീതിയെ പൂർത്തീകരിച്ച് പാപത്തോടുള്ള ദൈവത്തിൻ്റെ മനോഭാവവും ശിക്ഷയും കോപവും ക്രോധവും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ കയ്പുനീര് മുഴുവനും കുടിച്ച് അത് സകലത് നിവൃത്തീകരിച്ച് ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു 6 മണിക്കൂർ ക്രൂശിൽ തൂങ്ങി കിടന്നതിന് ശേഷം അവസാനം പറയുന്നത്, പിതാവേ സകലവും നിവൃത്തിയായി, ഇതാ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള സകല കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിവൃത്തീകരിച്ചു കഴിഞ്ഞു. ഇനി പാപങ്ങൾക്ക് പരിഹാരമായി ഒരു കർമാചാരങ്ങളുമില്ല, ഒരു കർമ്മപ്രവൃത്തികളും അവശേഷിക്കുന്നില്ല. ഇത് എബ്രായ ലേഖനത്തിൽ വളരെ ശക്തമായി പറയുന്നുണ്ട്. ഇനി ഒരു കർമാചാരങ്ങളും ഒരു ആചാരാനുഷ്ഠാനങ്ങളും പൗരോഹിത്യ ശുശ്രൂഷകളും ഒന്നുമില്ല. അതെല്ലാം കഴിഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്താൽ അത് മുഴുവനും പൂർത്തീകരിച്ചു കഴിഞ്ഞു. യാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള യാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇത് നാം പൂർണ്ണമായി വിശ്വസിച്ച്, നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ അന്ന് 2025 വർഷങ്ങൾക്കും 26 വർഷങ്ങൾക്ക് മുൻപേ നടന്ന ആ യാഗത്തിൻ്റെ നീതീകരണം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും നമ്മുടെ പാപങ്ങളുടെ കുറ്റവും ശിക്ഷയും നമ്മളിൽ നിന്ന് നീങ്ങി ക്രിസ്തുവേശു മുഖാന്തരം നമ്മളെ നീതീകരിക്കുകയും നമ്മളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുവാൻ എന്തൊക്കെ വേണം ഇടയായിത്തീരും. അപ്പോൾ ഇതാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച്. ഇനി യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്ന ജോലി, അതായത് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയ യേശുക്രിസ്തു ഇപ്പോൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന്, പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് രക്ഷയ്ക്കായി തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും വേണ്ടി പിതാവിനോട് മധ്യസ്ഥം ചെയ്യുകയാണ്. ഒരു മധ്യസ്ഥനായിട്ട്, ഒരു വക്കീലിനെ പോലെ തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയും തൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണത്താൽ ദൈവമക്കളാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയും ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുക, അതാ വാദിക്കുക. ഒരു വക്കീലിൻ്റെ
ആ ജോലിയാണ് ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്നത്. രണ്ടാമത്തെ ജോലി, ഇങ്ങനെ ദൈവമക്കളായി തീർന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ വസിക്കുവാൻ, അവർക്ക് സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുന്നതിനായിട്ട് സ്വർഗത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അങ്ങനെ ആ വാസസ്ഥലങ്ങളിൽ ഇവരെ വസിപ്പിക്കേണ്ടതിനായിട്ട്, ഇവരെ പാർപ്പിക്കേണ്ടതിനായിട്ട് ആ വാസസ്ഥലം ഒന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് ജോലിയാണ് ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്നത്. ഇനി കർത്താവായ യേശുക്രിസ്തു ഈ സഭ പൂർത്തിയാകുമ്പോൾ, അതായത് വിശുദ്ധ ജാതികളുടെ സംഖ്യ പൂർത്തിയാകുമ്പോൾ, പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ വീണ്ടും ഈ ഭൂമിയിലേക്ക് അയക്കും. അത് വരുന്നത് രക്ഷിക്കാനല്ല വരുന്നത്, രക്ഷിക്കപ്പെട്ടവരെ ചേർക്കുവാൻ വരുന്നതാണ്. ക്രിസ്തുവേശുവിൽ മരിച്ചവരെയും ക്രിസ്തുവേശുവിൽ ജീവിച്ചിരിക്കുന്നവരെയും ചേർക്കുവാനാണ് രണ്ടാമത് വരുന്നത്. അത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3-4 വരെയുള്ള വാക്യങ്ങളിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും 400-ലധികം പ്രാവശ്യം പ്രവചനങ്ങളുണ്ട്. 400-ലധികം പ്രവചനങ്ങളുണ്ട്. അത് ഇനി നടക്കാനിരിക്കുന്ന പ്രവചനങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അത് കഴിഞ്ഞ് ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് 2 ഘട്ടങ്ങളായിട്ടാണ് വരുന്നത്. ഒന്ന് പ്രത്യക്ഷ വരവും ഒന്ന് പരോക്ഷ വരവും, ഒന്ന് പ്രത്യക്ഷ വരവും. ഈ പരോക്ഷ വരവ്, ആദ്യത്തെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരോക്ഷ വരവാണ്. അത് വരുന്നത് ക്രിസ്തുവേശുവിൽ മരിച്ചവരെയും ക്രിസ്തുവേശുവിൽ ജീവനോടെ ജീവിച്ചിരിക്കുന്നവരായ വിശുദ്ധന്മാരെയും ചേർക്കുന്നതിന് വേണ്ടി വരുന്നതാണ്. അത് അവർക്ക് മാത്രമേ ദൃശ്യമാകത്തുള്ളൂ, മറ്റാർക്കും ദൃശ്യമാകത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെയും ദൈവത്തിൻ്റെ ദൂതന്മാരെയും ഇവർക്ക് മാത്രമേ ദൃശ്യമാകത്തുള്ളൂ. എന്നാൽ അത് കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷം മഹോദരവ കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ സഭയായ മണവാട്ടി ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെട്ടു. റാപ്ചറിന് ശേഷം പിന്നീടുള്ളത് 7 വർഷത്തെ മഹോദരവ കാലഘട്ടമാണ്. ഈ മഹോദരവ കാലഘട്ടം രണ്ട് ഘട്ടമായിട്ടാണ്, 3.5 വർഷമായിട്ട്. അവസാനത്തെ 3.5 വർഷം മഹാപീഡനമാണ്. ആദ്യത്തെ 3 വർഷം അത്രയില്ല, പക്ഷേ രണ്ടാമത്തെ 3.5 വർഷം വളരെയേറെ പീഡനം ഉള്ള കാര്യമാണ്. ഏകാധിപതിയായ സാത്താൻ ഒരു വ്യക്തിയിൽ പ്രവേശിച്ചുകൊണ്ട് ലോകത്തെ ഭരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ 7 വർഷം എന്ന് പറയുന്ന മഹോദരവ കാലഘട്ടം. അത് കഴിഞ്ഞ് സാത്താനെയും അവൻ്റെ സൈന്യത്തെയും ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അഗാധകൂപത്തിലാക്കുകയും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ 1000 വർഷം ഈ ഭൂമിയിൽ രാജാതിരാജാവും കർത്താവും വീരനാം ദൈവവും അത്ഭുത മന്ത്രിയും നിത്യരാജാവുമായിട്ട് വാഴും. അതിനുശേഷം ആണ് നിത്യത. അതിനുശേഷമാണ് നിത്യത. നിത്യതയിൽ പിതാവായ ദൈവത്തോടുകൂടെ സ്വർഗീയ ജെറുസലേമിലുള്ള വാസമാണ് നിത്യത, നിത്യമായ ജീവൻ. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് അറിയേണ്ട. ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം ഈ യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ. കർത്താവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, കർത്താവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവൻ, ഭരിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, യജമാനൻ, ഉടമസ്ഥൻ, ഉടയവൻ, ഉത്തരവാദി എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് യേശുവിനെ കർത്താവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് അത് അധരം കൊണ്ട് ഏറ്റുപറയുക. രണ്ടാമതായിട്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം തൻ്റെ ആത്മാവിനാൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് ക്രിസ്തുവേശു മുഖാന്തരം നീതീകരിക്കപ്പെട്ട് നമ്മൾ വിടിവിക്കപ്പെടും അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെടും. ഇതാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മനസ്സിലായോ? പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പം നമ്മൾ ഓരോരുത്തരും പാപം ചെയ്തതായതുകൊണ്ട് നമ്മൾ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ മരണത്തിന് വിധിക്കപ്പെട്ട നമ്മളെ തൻ്റെ രക്തവും ജീവനും വിലയായി കൊടുത്ത്, പാപമില്ലാത്ത ദൈവത്തിൻ്റെ ജീവനും രക്തവും മറുവിലയായി കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്, വില കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ അത് വില കൊടുത്തത് യേശുക്രിസ്തുവാണ്. തൻ്റെ രക്തവും ജീവനും ഇതിനായി മറുവിലയായിട്ട് കൊടുത്തത്.
അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. എനിക്ക് പകരക്കാരനായിട്ടാണ് എൻ്റെ പാപം, ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്ക് പകരക്കാരനായിട്ടാണ് ശിക്ഷകൾ അനുഭവിച്ച യേശുക്രിസ്തു മരിച്ചതെന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമാണ് നമ്മൾ ഈ വിശ്വാസവും ആ വിശ്വാസ പ്രഖ്യാപനവും മാത്രമാണ് പാപപരിഹാരം കിട്ടുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. ഇതിന് നമ്മൾ ₹1 പോലും മുടക്കണ്ട, ഒരു കർമാചാരങ്ങളും ചെയ്യണ്ട, ഒരു ആചാര അനുഷ്ഠാനങ്ങളും ചെയ്യണ്ട. ഈ കാര്യം പൂർണ്ണമായി നമ്മൾ ഈ ദൈവവചനത്തെ പൂർണ്ണമായി വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഈ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുകയും ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും അത് അധരം കൊണ്ട് പ്രഖ്യാപിക്കുകയും യേശുക്രിസ്തുവിനായി ഹൃദയം സമർപ്പിക്കുകയും ചെയ്യുക. അതിനുശേഷം ഈ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം തൻ്റെ ആത്മാവിനാൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതാണ് തിരുവചന വ്യവസ്ഥ. ഈ ലോക മനുഷ്യന് ദൈവത്തിൻ്റെ മകനായി തീരുവാൻ, നിത്യജീവൻ അവകാശിയായി തീരുവാൻ ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥ ഇതാണ്. അപ്പം യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ചരിത്രമാണ്. നമ്മളത് വിശ്വസിക്കാൻ യോഗ്യമായ വചനമാണ്. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, പക്ഷേ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ചരിത്രം സാക്ഷീകരിക്കുന്ന നമ്മളത് അവിശ്വസിക്കേണ്ട കാര്യമില്ല, പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം പോഷ്ക്ക് പറയത്തില്ല, ചരിത്രവും പോഷ്ക്ക് പറയത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറ ഇന്ന് തുറന്നു കിടക്കുക. അവനിവിടെ ഇല്ല, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇത്രയും കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ കാര്യം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനെ കൊണ്ട് ഏറ്റു പറയുമ്പോൾ നമ്മൾ ദൈവമക്കളായി തീർന്നു. അതിനുള്ള അധികാരം ദൈവം നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയാണ്. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇവിടെയായിത്തീരും. ഇനി മറ്റൊരു തിരുവചനം, എങ്ങനെയാണ് പാപമോചനം നമുക്ക് ലഭിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തം നിൻ്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റൊരു വചനത്തിൽ പറയുന്നു, നിൻ്റെ പാപം എത്ര രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം മതിയായതാകുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളുടെ കറകളെ കഴുകി നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സിൻ്റെ വസ്ത്രത്തെ, പാപം മുഖാന്തരം നമുക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്സിൻ്റെ വസ്ത്രവും ജീവനും, ആത്മാവിൻ്റെ ജീവനും നമുക്ക് തിരികെ ലഭിക്കുവാനും ഈ കാര്യം കൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്താൽ നമുക്ക് സാധിക്കും. ഇതെല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇടനിലക്കാരനായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് ദൈവം ഇന്ന് ഈ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഒരു മനുഷ്യനിൽ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. മനുഷ്യൻ്റെ ബോഡിയിലല്ല ചെയ്യുന്നത്. അത് ശുദ്ധീകരണം ബോഡിയിൽ, ദേഹം, ദേഹി, ആത്മാവിൽ 3 ഘട്ടത്തിലും ദൈവത്തിൻ്റെ ശുദ്ധീകരണമുണ്ട്. പക്ഷേ നമ്മൾ ഇതൊക്കെ ഈ രൂപാന്തരം വരുന്നത് അകത്തെ മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യനെന്ന് പറയുന്നത് നമ്മുടെ ദേഹിയും ആത്മാവും കൂടി ചേർന്നതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മനുഷ്യൻ. ആ ദേഹിയുടെയും ആത്മാവിൻ്റെയും ആ യഥാർത്ഥ മനുഷ്യൻ അണിഞ്ഞിരിക്കുന്ന ഉടുപ്പാണ് അഥവാ വസ്ത്രമാണ് ദേഹം അഥവാ ജഡം എന്ന് പറയുന്നത്, ദേഹം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് ദേഹത്തിലല്ല ഇതൊന്നും വെളിപ്പെടുന്നത്, ഇതൊക്കെ ആത്മാവിലും ദേഹീയ മണ്ഡലത്തിലുമാണ് ഈ കാര്യങ്ങളൊക്കെ പകരപ്പെടുകയും വെളിപ്പെടുകയും ചെയ്യുന്നത്. ദേഹമണ്ഡലത്തിൽ വെളിപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കലാണ്. തൻ്റെ സഭയെ തൻ്റെ മണവാട്ടിയെ, തൻ്റെ വിശുദ്ധരെ ചേർക്കുവാൻ വരുമ്പോൾ ആ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനപ്രകാരമാണ് ദേഹമണ്ഡലം രൂപാന്തരം പ്രാപിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാണെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടി കർത്താവായ യേശുവേ, അങ്ങയുടെ രക്തത്താൽ എൻ്റെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും ശുദ്ധീകരിച്ച്, നീതീകരിച്ച്, വിശുദ്ധീകരിച്ച് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ വിശുദ്ധിയുടെ വസ്ത്രം, തേജസ്സിൻ്റെ വസ്ത്രം എനിക്ക് തിരിച്ചു തരണമേ. എൻ്റെ ആത്മാവിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തരണമേ. നിത്യജീവൻ എന്നെ അവകാശിയും ഓഹരിക്കാരനുമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പിതാവായ ദൈവത്തോട് കർത്താവായ യേശുക്രിസ്തു മധ്യസ്ഥത ചെയ്ത് നമുക്ക് വേണ്ടി വാദിച്ച്
തൻ്റെ യാഗത്തെ നമ്മളിലേക്ക് നമുക്കും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയിലേക്കും കൂടി നൽകിക്കൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ നീതീകരണം നമുക്ക് ലഭിപ്പാൻ തൊക്കെ ക്രിസ്തുയേശുവിൽ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ നീതീകരണം ലഭിപ്പാൻ തൊക്കെ ഒന്നമിടയായിത്തീരും. ഇതാണ് ദൈവവചന വ്യവസ്ഥ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രത്യക്ഷമായിട്ട് നമുക്ക് അപ്പോൾ തന്നെ പ്രത്യക്ഷമായിട്ടുള്ള അപ്പോൾ തന്നെ നമുക്ക് ആത്മാവിലും പ്രാണനിലും ലഭിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുയേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമുക്കിടും. മുദ്രയിടുക എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ ഇവൻ ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ പൗരനാണ് എന്നുള്ള അംഗീകാരമാണ് ആ മുദ്ര. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി നമ്മൾ തീരും. അപ്പോൾ തന്നെ പിതാവായ ദൈവം നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതും. സ്വർഗത്തിൽ നിന്ന് നമുക്ക് കാവലിനും കരുതലിനും നമ്മളെ സൂക്ഷിക്കുന്നതിന് വേണ്ടി സേവകാത്മാക്കളായ ദൂതന്മാരെ നമുക്ക് നൽകും. പിന്നെ സ്വർഗത്തിലെ എല്ലാ ആത്മീയ നന്മകൾക്കും കാര്യം നമ്മൾ മക്കളെങ്കിലോ അവകാശികളും ഇത്രേ. അപ്പോൾ സ്വർഗത്തിൻ്റെ സകല സമ്പത്തിലുമുള്ള കൂട്ടവകാശികളായിത്തീരും. അങ്ങനെ നിരവധിയായിട്ടുള്ള 600 പരം ഉള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ഈ ഭൗമികവും സ്വർഗീയവുമായ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ഉടമസ്ഥരായിത്തീരും, അല്ലെങ്കിൽ പങ്കാളികളായിത്തീരും, അല്ലെങ്കിൽ അവകാശികളായിത്തീരും. അപ്പോൾ ഇതാണ് നമുക്ക് ലഭിക്കുന്ന ഈ തിരുവചന പ്രകാരം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ, ഇത് സത്യമാണ്, ഇത് വിശ്വാസയോഗ്യമായ വചനമാണ്, ഇത് മാത്രമാണ് കാര്യം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ പാപങ്ങൾക്ക് പരിഹാരമില്ല, പാപമോചനമില്ല, മറ്റൊരു വ്യക്തിയിലും രക്ഷയില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ പാപവിമോചനത്തിന് പാപപരിഹാരത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. സ്വർഗത്തിലും ഭൂമിക്കുമിടയിൽ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമമേ ഉള്ളൂ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം. മറ്റൊരു നാമവും പാപപരിഹാരത്തിന് വേണ്ടി ദൈവം നൽകിയിട്ടില്ല, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം നൽകിയിട്ടില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ഹൃദയത്തിലുള്ള വിശ്വാസം അധരം കൊണ്ട് ഏറ്റുപറയുക. എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടും. എന്നാൽ ഇത് ചെയ്യുന്ന വ്യക്തി, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടും. കുടുംബം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ള വ്യക്തികളും രക്ഷിക്കപ്പെടും. അവൻ്റെ ജീവിതം കണ്ടുകൊണ്ട് അവരും ഇതേപോലെ തന്നെ വചനം കേട്ട് തന്നെ ഈ വചനങ്ങൾ, ഈ വചനങ്ങൾ ഇതിൻ്റെ ആദ്യത്തെ പടിയാണ്. ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള, നിത്യജീവങ്കിലേക്ക് കടക്കുവാനുള്ള ആദ്യത്തെ പടിയാണിത്. അതാണ് കർത്താവായ യേശുക്രിസ്തു തന്നെ തൻ്റെ തിരുവായി കൊണ്ട് ആദ്യമായിട്ട് പറഞ്ഞത്, കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അപ്പോൾ കാലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ നിത്യജീവൻ, അതായത് ഈ ന്യായപ്രമാണ യുഗം കഴിഞ്ഞു, ന്യായപ്രമാണ യുഗം കഴിഞ്ഞു, പ്രവൃത്തിയാലുള്ള യുഗം കഴിഞ്ഞു, ഇതാ കൃപായുഗം തുടങ്ങിയിരിക്കുന്നു. അതാണ് കാലം തികഞ്ഞു. നിത്യജീവങ്കിലേക്ക് കടക്കുവാൻ, നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുവാനുള്ള കാലം. അപ്പോൾ ആ കാലം പിന്നെ കാലം തികഞ്ഞു ദൈവരാജ്യത്തിലേക്ക്, അതായത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു. അതായത് കൃപായുഗം എന്ന് പറയുന്നത് അവസാനത്തെ പീരീഡാണ്. 70 ആഴ്ചവട്ടം എന്നൊരു സംഭവമുണ്ട്. ആ 70 ആഴ്ചവട്ടത്തിൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞു. ഇനി ഉള്ളത് ഒരാഴ്ചവട്ടമാണ്. ഈ ഒരാഴ്ചവട്ടത്തിനും ഇതിന് തമ്മിലുള്ള ഇടയ്ക്കുള്ള ഒരു പീരീഡാണ് ഈ കൃപായുഗം എന്ന് പറയുന്നത്. അത് കാലം തികഞ്ഞു, അതിൻ്റെ അവസാന അന്ത്യസമയമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏത് സമയവും ഉണ്ടാവും. അപ്പോൾ ഇന്ന് ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയും ഇല്ലെന്നാണ് പറയുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു എപ്പോഴാണോ വരുന്നത് അപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയും ഇല്ല. അതായത് ക്രിസ്തുവേശുവിൽ മരിച്ചവർക്കും ക്രിസ്തുവേശുവിൽ അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും മാത്രമാണുള്ളത്. നമ്മൾ തെസ്സലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ അവിടെ കാണുന്ന ഇതാണ്. 4-ാം അധ്യായം 15-ഉം 16-ഉം വാക്യം അതാണ്. അങ്ങനെയാണ് കാണുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇതാണ് വാഗ്ദാനം. അപ്പോൾ ഇത് സംഭവിക്കും. അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഇനി ഇത് നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾക്ക് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 15-16 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനെ
നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ നിരസിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ പറയുന്നു, അതിൻ്റെ താഴത്തേക്കുള്ള തിരുവചനത്തിൽ പറയുന്നു, അവനെ സ്വീകരിക്കാത്തത് കൊണ്ട്, ക്രിസ്തുവേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, ക്രിസ്തുവേശുവിനെ സ്വീകരിക്കാത്തത് കൊണ്ട്, സുവിശേഷം വിശ്വസിക്കാത്തത് കൊണ്ട്, സുവിശേഷം അനുസരിക്കാത്തത് കൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് അവനെ സ്വീകരിക്കാത്തത് തന്നെ, അവനെ അനുസരിക്കാത്തത് തന്നെ, അവൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാത്തത് തന്നെ, ഈ പറഞ്ഞ തിരുവചനങ്ങൾ അനുസരിക്കാത്തത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഇവിടെ വെച്ച്, ഈ ഭൂമിയിൽ വെച്ച് വേണം നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ. അത് വ്യക്തിപരമാണ്. അപ്പൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അപ്പൻ നിത്യജീവൻ അവകാശിയായി തീർന്നതുകൊണ്ട് മക്കൾ നിത്യജീവൻ അവകാശിയായി തീരത്തില്ല. മക്കൾ നിത്യജീവൻ അവകാശിയായി തീർന്നതുകൊണ്ട് അപ്പൻ നിത്യജീവത്തിന് അവകാശിയായി തീരത്തില്ല. അത് വ്യക്തിപരമാണ്. ഏത് വ്യക്തി ഈ പറഞ്ഞ തിരുവചനങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ആ പ്രാർത്ഥന ചൊല്ലുന്നവ രക്ഷിക്കപ്പെടുവാനുള്ള പ്രാർത്ഥന അഭിഷിക്തൻ്റെ ദൈവം അയച്ച സ്ഥാനാപതി, സ്വർഗത്തിലെ സ്ഥാനാപതി അഥവാ അഭിഷിക്തൻ, ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തൻ ദൈവദാസൻ്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലുന്നത്, അപ്പോഴാണ് അവന് രക്ഷ ലഭിക്കുന്നത്. ഇതാണ് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ ഇതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ, പരപ്രേരണയല്ല, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ സന്ദേശമാണ്. ദൈവത്തിന് പകരമായി അദ്ദേഹം സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാനാപതിയായി നിന്ന് ക്രിസ്തുവിന് പകരമായി നിങ്ങളോട് സംസാരിച്ച വചനമാണിത്. ഞാനല്ല സംസാരിച്ചത്, ക്രിസ്തു തന്നെയാണ് നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ആ പ്രാർത്ഥന നിങ്ങൾ ഏറ്റു ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ തിരുവചന പ്രകാരമുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിങ്ങൾ ഏറ്റു ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സകല പാപങ്ങളും ഇന്ന് ഈ നിമിഷം, നിങ്ങൾ എപ്പോൾ ഇത് ഏറ്റു ചൊല്ലുന്നു ആ നിമിഷം തന്നെ ദൈവം ശുദ്ധീകരിച്ച്, നീതീകരിച്ച്, വിശുദ്ധീകരിച്ച് നിങ്ങൾക്ക് തേജസ്സിൻ്റെ വസ്ത്രവും ആത്മജീവനും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതി ചേർക്കും. സ്വർഗരാജ്യത്തിൽ അംഗമായി തീരും. നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ നിങ്ങൾക്ക് വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ ഏറ്റു ചൊല്ലുക. പരിപൂർണ വിശ്വാസത്തോടു കൂടി വേണം ഏറ്റു ചൊല്ലുവാൻ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത് ദൈവമാണ്. ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നില്ല, നിങ്ങളുടെ തീരുമാനത്തെ അറിയുന്നില്ല, നിങ്ങളുടെ അവസ്ഥയെ അറിയുന്നില്ല. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പരിപൂർണമായിട്ടും പൂർണ്ണ വിശ്വാസത്തോടെ ഈ വചനത്തിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഏറ്റു ചൊല്ലണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പിതാവായ ദൈവമേ, ഞാൻ പാപിയാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഈ പാപത്തിൻ്റെ കുറ്റത്തിലും അതിൻ്റെ ശിക്ഷയിൽ നിന്നും എനിക്ക് എൻ്റെ പ്രവൃത്തികളാൽ യാതൊരുവിധ മോചനവും പ്രാപിപ്പാൻ കഴിയുകയില്ലെന്നുള്ള അങ്ങയുടെ വചനവും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപത്തിന് പകരമായി മരിച്ച, ശിക്ഷകൾ അനുഭവിച്ച, എൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ പാപത്തിൻ്റെ ശിക്ഷയും അതിൻ്റെ ശമ്പളവും അതിൻ്റെ കുറ്റവും ശിക്ഷയും ഏറ്റെടുത്ത് ദാരുണമായ പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പാപമോചനത്തെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എൻ്റെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും പരിപൂർണമായി ശുദ്ധീകരിച്ച് ഇന്നുവരെയും ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളും എന്നിൽ നിന്ന് നീക്കം ചെയ്ത് എന്നെ അങ്ങയുടെ മകനായി അംഗീകരിക്കണമേ. ഈ യേശുക്രിസ്തുവിനെ ഞാൻ എൻ്റെ കർത്താവായി ഹൃദയത്തിൽ അംഗീകരിക്കുകയും യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ഈ യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിച്ചത് എൻ്റെ അധരം കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ യേശുവിനെ അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു.
ഈ വചനപ്രകാരം പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും എനിക്ക് മോചനം നൽകി നിത്യജീവൻ എനിക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ മകനായി എന്നെ അംഗീകരിക്കണമേ. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നെന്നുള്ള ആ വചനപ്രകാരം അങ്ങയുടെ മകനായി എന്നെ അംഗീകരിക്കണമേ. അങ്ങയുടെ തൃക്കരത്താൽ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതണമേ. നിത്യജീവന് നിത്യജീവൻ എനിക്ക് നൽകണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി എൻ്റെ മേൽ മുദ്രയിടണമേ. എനിക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥം ചെയ്യണമേ. അങ്ങയുടെ സ്വർഗത്തിലെ ദൂതന്മാരെ എനിക്ക് കാവലായി ഏർപ്പെടുത്തണമേ. തുടർന്നുള്ള എൻ്റെ ജീവിതം അങ്ങയുടെ വചനപ്രകാരം, സത്യവേദ പുസ്തകപ്രകാരം, വിശുദ്ധ ബൈബിൾ പ്രകാരം അങ്ങയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും വിധികളും പ്രമാണിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധനായി അവിടുന്ന് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാനും വിശുദ്ധനായി ഈ ഭൂമിയിൽ ശേഷിക്കുന്ന ജീവിതകാലം ജീവിച്ചു കൊള്ളാമെന്ന് അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. പിതാവായ ദൈവമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത സ്വീകരിച്ച് എന്നെ അങ്ങയുടെ മകനായി അംഗീകരിക്കണമേ. കർത്താവായ യേശുവേ, എനിക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥം വഹിക്കണമേ. പിതാവായ ദൈവമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് കഴിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആലയമാക്കി, അവിടുത്തെ നിവാസമാക്കി, അവിടുത്തെ കൂടാരമാക്കി എൻ്റെ ശരീരത്തെ തീർക്കണമേ. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചനങ്ങൾ നിങ്ങൾക്ക് ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും 100 മടങ്ങ് പ്രതിഫലത്തിനും അനുഗ്രഹങ്ങൾക്കും കാരണമായി തീരട്ടെ. എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു, അനുഗ്രഹം ആശംസിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ എന്നേക്കും വസിക്കുവാനിടയായി തീരുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആമേൻ.